ഇന്ന് നമ്മൾ നോക്കുന്നത് റൂൾസ് ഫോർ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഓർബിറ്റൽസ്. ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാനുള്ള റൂളുകളാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റില്ല, അതിന് ചില റൂളുകളുണ്ട്. Filling of electrons into orbitals of different atoms takes place according to 3 rules. They are Aufbau principle, Pauli's exclusion principle and Hund's rule of maximum multiplicity. First rule, Aufbau principle. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യേണ്ടത് അവയുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജീസിലാണ്. അതായത് ഇലക്ട്രോൺസ് ഫസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നത് ലോവസ്റ്റ് എനർജി ഓർബിറ്റലിൽ, അത് കഴിഞ്ഞ് ഹയർ എനർജി ഓർബിറ്റലിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ എവിടെ ഓക്യുപ്പൈ ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാലോ. അപ്പം ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിലാണ് ന്യൂക്ലിയോൺസ് ഉള്ളത്. അവയ്ക്ക് ചുറ്റുമുള്ള ഓർബിറ്റലുകളിലാണ് ഇലക്ട്രോൺസ് ഉള്ളത്, അല്ലേ? സോറി, വട്ടമൊക്കെ നീളത്തിലായി പോവുക. അപ്പോൾ ഈ ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂക്ലിയസിന്, ഇത് നമുക്ക് ന്യൂക്ലിയസ് ആയിട്ട് എടുക്കാം. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റലുകളിൽ ഏറ്റവും ആദ്യം വരുന്ന ഓർബിറ്റലിനായിരിക്കും ഏറ്റവും എനർജി കുറവ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഓർബിറ്റൽ, പിന്നെ അടുത്ത ഓർബിറ്റൽ, ഇങ്ങനെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്ന റൂളാണ് നമ്മുടെ ഓഫ്ബോ പ്രിൻസിപ്പിൾ. എനർജി അനുസരിച്ച് വേണം ഫില്ല് ചെയ്യാൻ. ലോവർ എനർജി ഉള്ളത് ആദ്യം ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഈ റൂളിന് 2 സബ് റൂൾസ് കൂടിയുണ്ട്. വേരിയസ് ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ n+l വാല്യൂ. എനർജി അനുസരിച്ചാണ്. അപ്പോൾ അവ എങ്ങനെയാണ്? n+l വാല്യൂ അനുസരിച്ചാണ്. നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും കൂടി കൂട്ടിയിട്ട് ആ വാല്യൂ നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇനി 2 ഓർബിറ്റൽസിന് സെയിം n+l വാല്യൂ ആണെങ്കിലോ ലോവർ n വാല്യൂ ഉള്ളത് നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ 1s n വാല്യൂ എത്രയാണ്? ഈ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് n വാല്യൂ. 1 ആണ് അതിൻ്റെ n വാല്യൂ. എസ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ l വാല്യൂ എത്രയാണ്? 0. ഇനി ഇതിൻ്റെയോ 2, 0. ഇനി പി ഓർബിറ്റലിൻ്റെയോ 2pയുടെയോ n വാല്യൂ 2 ആണ്. പി ഓർബിറ്റലിൻ്റെ l വാല്യൂ 1 ആണ്, അല്ലേ? അപ്പോൾ 1 ആദ്യത്തേത് n+l വാല്യൂ 1, അടുത്തത് 2, അടുത്തത് 3, അടുത്തതും 3 ആണ്, അല്ലേ? 2p. 3s നോക്കുമ്പോൾ n വാല്യൂ 3 ആണ്. എസിൻ്റെ l വാല്യൂ, എസ് ഓർബിറ്റലിൻ്റെ l വാല്യൂ 0 ആണ്. അപ്പോൾ ഇതും എത്ര തന്നെയാണ്? 3 തന്നെയാണ്. രണ്ടിനും സെയിം n+l വാല്യൂ വന്നാൽ ലോവർ n വാല്യൂ ഉള്ളത്, അതായത് 2, 3 നോക്കുമ്പോൾ 2 അല്ലേ ചെറുത്. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. 1s 2s 2p 3s 3p. ഇനി 3d ആയിരുന്നു നമ്മളിവിടെ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലേ? 3 എല്ലാം കഴിഞ്ഞിട്ട് 4 വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ 4s ഇവിടെ കയറിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും n വാല്യൂ എത്രയാണ്? 4sൻ്റെ n വാല്യൂ 4 ആണ്. എസ് ഓർബിറ്റൽ l വാല്യൂ 0 ആണ്. 3dയുടെ n വാല്യൂ 3 ആണ്. ഡി ഓർബിറ്റലിൻ്റെ l വാല്യൂ 2 ആണ്. അപ്പോൾ 3 2 5, ഇവിടെ 4. അതായത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇവിടെ 5 വരും. n+l വാല്യൂ 5 വരും, ഇവിടെ 4 വരും. 4 ആണോ 5 ആണോ വലുത്? 5 അല്ലേ വലുത്. അപ്പോൾ 4s ആദ്യം വന്നു. ഇങ്ങനെ എനർജി അനുസരിച്ച്, ഓഫ്ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് 4s കഴിഞ്ഞിട്ട് 3d വരുന്നത്. ഇവിടെ കണ്ടോ, 5s കഴിഞ്ഞിട്ടാണ് 4d വന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓർബിറ്റൽസ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ഇപ്പോൾ 5p, അത് കഴിഞ്ഞ് 6s, 4f ഒക്കെ ഇങ്ങോട്ട് മാറിയ, അല്ലേ? ഇപ്പോൾ 4f നോക്കുമ്പോൾ എഫ് ഓർബിറ്റലിൻ്റെ l വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, അല്ലേ? n വാല്യൂ 4 ആണ്. 4 3 7 വന്നു. 6s ആണെങ്കിൽ ആകെപ്പാടെ n+l വാല്യൂ 6 ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ്. എന്തെങ്കിലും ഒരു സംശയം തോന്നി n+l വാല്യൂ കൂട്ടി നോക്കുക, വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രീതിയിൽ n+l വാല്യൂ അനുസരിച്ചാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. നെക്സ്റ്റ്, Pauli's exclusion principle. It states that no 2 electrons in an atom can have a same set of 4 quantum numbers. ഒരു ഓർബിറ്റലിന് മാക്സിമം 2 ഇലക്ട്രോൺസിനെ ഓക്യുപ്പൈ എടുക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കും. അപ്പം ഒരു 2 ഇലക്ട്രോൺസിൻ്റെ m വാല്യൂ എല്ലാം സെയിം ആണെങ്കിലും അവിടെ എസ് വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 3s ഓർബിറ്റൽ കൺസിഡർ ചെയ്യാം. 3s ഓർബിറ്റൽ n വാല്യൂ എത്രയാണ്? n വാല്യൂ 3 ആണ്, അല്ലേ? n 3 ആണ്. l എത്രയാണ്? എസ് ഓർബിറ്റലിൻ്റെ കേസിൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ m വാല്യൂ വരുന്നത് -l 0 പ്ലസ് അല്ല, അതായത് m വാല്യൂവും ഇവിടെ എത്ര തന്നെയാണ്? 0 തന്നെയാണ്, അല്ലേ? അപ്പം 3s ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ n വാല്യൂ സെയിം ആണ്, l വാല്യൂ സെയിം ആണ്, m വാല്യൂവും സെയിം ആണ്. പക്ഷേ ഇവിടെ സ്പിൻ ക്വാണ്ടം നമ്പർ എങ്ങനെയാണ്?
ഒരെണ്ണത്തിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ +½ ആണെങ്കിൽ മറ്റേൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ എങ്ങനെയായിരിക്കും? -½ ആയിരിക്കും. അതായത് ബാക്കി എല്ലാം സെയിം ആയിട്ട് വന്നാലും സ്പിൻ ക്വാണ്ടം നമ്പർ വ്യത്യാസം വരും. അതുകൊണ്ട് ഒരിക്കലും 2 ഇലക്ട്രോൺസിന് സെയിം ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടായിരിക്കില്ല. 4 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആയിരിക്കില്ല. ഓക്കെ, ഇതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പം നമുക്ക് ഇലക്ട്രോണിൻ്റെ അഡ്രസ് ആണ് ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിചാരിച്ചാൽ അല്ലേ, ഇപ്പം നമുക്ക് 2 വ്യക്തികളെ കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേറൊരാൾ, നമ്മുടെ അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ ഒക്കെ അല്ലേ. അപ്പം നമ്മുടെ സ്ഥലം സെയിം ആണ് അല്ലേ, വീട്ടുപേര് സെയിം ആണ് അല്ലേ, അച്ഛൻ്റെ പേര് സെയിം ആണ് എന്ന് കരുതി ഇവർ രണ്ടുപേരും സെയിം ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവർ രണ്ടുപേരും ക്യാരക്ടർ വ്യത്യാസമല്ലേ അല്ലേ. അതുപോലെയാണ് ഇലക്ട്രോൺസ് എടുക്കുമ്പോൾ അവയുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും സെയിം ആണെങ്കിലും അവയുടെ സ്പിൻ ക്വാണ്ടം നമ്പർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ 2 ഇലക്ട്രോൺസിന് ഒരിക്കലും 4 ക്വാണ്ടം നമ്പേഴ്സും ഒരുപോലെ വരില്ല. അതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അടുത്തത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺ പെയറിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ പാർഷ്യലി ഫില്ലിംഗ് ഓൾ ദി ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഒരേ എനർജി ഉള്ള ഓർബിറ്റൽസിനെല്ലാം ഇലക്ട്രോൺസ് കിട്ടിയതിന് ശേഷം മാത്രമേ അടുത്ത ഫില്ലിങ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടേ? ഇപ്പോൾ 2p ഓർബിറ്റൽ നമുക്ക് കൺസിഡർ ചെയ്യാം. നൈട്രജൻ്റെ കേസിൽ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 നമുക്കറിയാം അല്ലേ. 1s2 2s2 2p 1s2 2s2 4 പിന്നെ 3 ഇലക്ട്രോൺസ് ആണ് മിച്ചമുള്ളത്. അപ്പോൾ 2p ഓർബിറ്റൽ കൺസിഡർ ചെയ്യുമ്പോൾ 2px ഉണ്ട്, 2py ഉണ്ട്, 2pz ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാം? ഒന്നുകിൽ ഇങ്ങനെ 3 പേർക്ക് ഓരോന്ന് വീതം കൊടുക്കാം അല്ലേ. അല്ലേ എന്ത് ചെയ്യാം? ആദ്യത്തെ ആൾക്ക് 2 കൊടുത്തേക്കാം, പിന്നത്തെ ആൾക്ക് 1 കൊടുത്തേക്കാം. ഈ രീതിയിലും വരാം. ഇതിലേതായിരിക്കും കറക്റ്റ്? ആദ്യം എഴുതിയിരിക്കുന്നതാണ് കറക്റ്റ്. കാരണം എന്താണ്? ഈ 2px അല്ലെങ്കിൽ p ഓർബിറ്റലുള്ള ഈ 3 ഓർബിറ്റൽസും എങ്ങനെയാണ്? സെയിം എനർജിയാണ്, അഥവാ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. ഇതിൽ ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടിക്കഴിഞ്ഞിട്ടേ അടുത്ത പെയറിങ് നടക്കുകയുള്ളൂ അല്ലേ. 3 കുട്ടികൾ ഇരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 മിഠായി ഉണ്ടെങ്കിൽ ആദ്യം ഇരിക്കുന്നവർ 2 3 എണ്ണം കൊടുക്കാൻ നമ്മൾ നോക്കുമോ? ഇല്ല. എല്ലാവർക്കും ഓരോന്ന് കിട്ടട്ടെ, എന്നിട്ട് മിച്ചം ഉണ്ടെങ്കിൽ തരാൻ നമ്മൾ പറയും അല്ലേ. അതുപോലെ തന്നെയാണ് ഓരോ ഓർബിറ്റൽസും, ഡീജനറേറ്റ് ഓർബിറ്റൽസിൻ്റെ കേസിൽ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഫില്ലിങ് നടത്തുള്ളൂ. ഇനി 4 എണ്ണം ഉണ്ടെങ്കിൽ ഈ 3 കഴിഞ്ഞ് വീണ്ടും ആദ്യം ഇരിക്കുന്ന ആൾക്ക് ഒന്നുകൂടി കൊടുക്കും അല്ലേ. 5 എണ്ണം ഉണ്ടെങ്കിൽ അടുത്തയാൾക്ക് കൊടുക്കും, 6 എണ്ണം ഉണ്ടെങ്കിൽ അടുത്തയാൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു നിയമം അനുസരിച്ച് വേണം അല്ലേ. അല്ലാതെ വെറുതെ ഇലക്ട്രോൺസിനെ വാരിക്കോരി ആദ്യം ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ ഈ 3 റൂൾസ് ആണ് നമുക്ക് ഇലക്ട്രോൺ ഫില്ലിങ്ങിന് വേണ്ടിയുള്ളത്. ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഈ റൂൾസ് അനുസരിച്ചാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഈ നൈട്രജന്റെ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതാണ് നൈട്രജന്റെ ശരിയായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. വളരെ എളുപ്പമാണ് ഈ ഇലക്ട്രോൺസ് ഈ റൂളുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ റൂളുകളൊന്ന് ശ്രദ്ധിച്ച് എക്സാമ്പിൾ ചെയ്തൊന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ.